നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും അലക്സ് അഞ്ജന ഫുഡി ലൈഫ്സ്റ്റൈലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദിൽ ദീവാന ബിൻ സജ്ന കെ മാനേ നാ യേ പഗ്ലാ ഹൈ സമझाने से समझे ना ये पगला है समझाने से समझे ना. നല്ലൊരു പാട്ട്. അതുകൊണ്ട് നമുക്കിന്ന് നല്ലൊരു കുക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണാം. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എളുപ്പമാണ് ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യുന്നത് ബട്ടർ ഒന്ന് സോഫൻ ചെയ്തെടുക്കണം. ഇതിപ്പം 100 ഗ്രാംസ് ബട്ടർ ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ വേണം, അതായത് 20 ഗ്രാംസും കൂടെ ഞാൻ ഇടുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ സംതിങ് വരും. അപ്പം ഇത് നമുക്കൊന്ന് ഇങ്ങനത്തെ വിസ്ക് കൊണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് പതപ്പിച്ച് ഇങ്ങനെ ഒന്ന് സോഫൻ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. അങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര, അത് 60 ഗ്രാമാണ് എടുത്തു വച്ചേക്കുന്നത്. ഒന്ന് പൊടിച്ചെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1/3 കപ്പ് വരും. നമുക്ക് കൂട്ടു കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മധുരം അത് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒരു 5 ഗ്രാം കുറയ്ക്കാം, കൂട്ടാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വിസ്ക് ചെയ്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം സമയമൊന്നും വേണ്ട, 1-2 മിനിറ്റ് മാക്സിമം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വനില എസൻസ് 1 ടീസ്പൂൺ, ഓപ്ഷനാണ്, എന്നാലും ചേർക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ചിലപ്പോൾ ഉപ്പ് അല്പം കൂടി പോയെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് 1 നുള്ളു ഉപ്പും കൂടെ ഈ നിമിഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് പൊടിക്കാത്ത പഞ്ചസാര യൂസ് ചെയ്യാം, പക്ഷേ അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നേരം ഒന്ന് ഇളക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പം കുക്കീസിലൊന്ന് കടിക്കും. അതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലോർ ചേർത്ത് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. അങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ മിക്സിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് നമുക്ക് കിട്ടും. പിന്നെ മുട്ടയും ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാത്ത കുക്കീസ് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ആദ്യം ഒന്ന് ഇളക്കി ഇനി ബാക്കി എല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ആ വിസ്ക് മാറ്റിയിട്ട് ഇതുകൊണ്ട് തവിയുണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇരിക്കട്ടെ. ഈ സമയം ഞാൻ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 5 മിനിറ്റ്സ്. ഇങ്ങനെ ചോക്ലേറ്റ് ചിപ്സ് വാങ്ങിക്കാൻ കിട്ടും, ലൂസായിട്ടും കിട്ടും, ഇങ്ങനെ പാക്കറ്റ്സിലും കിട്ടും. അത് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്, നമുക്ക് ആവശ്യത്തിന് മതിയോ എന്നുള്ളത് നോക്കാം. മറ്റേ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ കളർ ചേഞ്ച് ചെയ്യും, ഒന്ന് മിക്സ് ആവും ഇതുമായിട്ട്. പക്ഷേ ഇതാണെങ്കിൽ ആ ഷേപ്പ് റീറ്റെയിൻ ചെയ്യും, ഇങ്ങനെ മിക്സായി പോകത്തില്ല. ആ ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെ തന്നെ നിൽക്കും. ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാവുന്നതാണേ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കട്ടെ. പിന്നെ ഞാൻ ബേക്കിംഗ് ട്രേ, അത് ഞാൻ ബേക്കിംഗ് പേപ്പർ കൊണ്ട് അത് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുന്നതാണ് നല്ലതെന്ന്. അപ്പം 4 ടേബിൾ സ്പൂൺ നിറച്ചിരിക്കട്ടെ, ടേസ്റ്റ് കൂടുമല്ലോ.
അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഒരു ബട്ടർ പേപ്പർ ദേ മുറിച്ച് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കയ്യിൽ അല്പം ബട്ടർ ഒന്ന് തടവുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെയൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, ഒന്ന് കൈ തടവി വെച്ച് ചെറിയ ചെറിയ ബോൾസ്. ഒരുപാട് വലിപ്പം വേണമെന്നില്ല. ഇതിപ്പം ഇങ്ങനെ അങ്ങ് വെച്ചാലും മതിയാവും, അല്ലെങ്കിൽ സ്പൂണിൽ കോരി ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ഇപ്പം ഒരുപാട് കട്ടിയില്ല, നല്ല സോഫ്റ്റാണ്. അപ്പം ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചിട്ട് നടുക്ക് ഒന്നിങ്ങനെ നാക്കി കൊടുക്കും. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ദേ ഞാൻ കുക്കീസ് എല്ലാം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. 9 എണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി ഒരല്പം മിച്ചമുണ്ട്. ഇനി കാണാൻ ഭംഗിക്ക് ചോക്ലേറ്റ് ചിപ്സ് മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ ലാസ്റ്റ് നമുക്ക് ബേക്കായി വരുമ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ അകത്തായി പോകുമ്പോഴേ അത് കവർ ആയിട്ട് കാണാൻ പറ്റുകയില്ല. അങ്ങനെ ആവശ്യത്തിന് മുകൾ ഭാഗത്തും വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് എല്ലാം തേങ്ങ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി 180 ഡിഗ്രീസിൽ 15 to 20 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് മതിയാവും. കൂടുതൽ മൊരിയണമെങ്കിൽ 20 മിനിറ്റ്സ്, അല്ലെങ്കിൽ 15 ആണ് കറക്റ്റായിട്ടാവുന്നത്. പിന്നെ ടെമ്പറേച്ചർ ഓരോരുത്തരുടെ അവന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അപ്പം ഇത് നമുക്കതിലേക്ക് വെക്കാം. അവനിലേക്ക് വെക്കാം. ഡിഗ്രീസിൽ 15 മിനിറ്റ്സ്. ബാക്കി ദേ ഇത്രയും ഡവേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് അടുപ്പിൽ ഇതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ച് അതിലൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പർ വട്ടത്തിൽ ഞാൻ മുറിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ചുകൂടെ ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ദേ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ഒന്നുണ്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. തവയുടെ മുകളിൽ വെച്ചാണ് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഞാൻ ദോശക്കല്ലിൽ ഇങ്ങനെ പാൻ വെച്ചു. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. തീ കൂട്ടി വെക്കരുത്. നേരത്തെ ചെയ്യുന്ന പോലെ എല്ലാം റെഡിയാക്കി ഞാൻ ചോക്ലേറ്റ് ചിപ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി മൂടി നമുക്ക് 10 മിനിറ്റ് വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. അപ്പം ആവട്ടെ, നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. ഇത് എനിക്ക് 15 മിനിറ്റ് പോരായിരുന്നു. ഞാൻ 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ കിട്ടിയത്. 5 മിനിറ്റ് ആയിരുന്നപ്പം 5 മിനിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ ഇപ്പം നല്ല ചൂടാണ്. ഒന്ന് ആറിയതിന് ശേഷം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം പൊടിഞ്ഞു പോവും. വളരെ സോഫ്റ്റാണ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ചൂടുണ്ട്, നല്ല പോലെ ആറിയിട്ടില്ല. നമ്മൾ തൊടുമ്പോൾ അറിയാം സോഫ്റ്റുമാണ്. പക്ഷെ അകം ചോക്ലേറ്റ് ചിപ്സൊക്കെ നല്ല അത്യാവശ്യം മെൽറ്റായിട്ടുണ്ടാവും. അടിഭാഗമൊക്കെ മൊരിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അകം ബാക്ക് വശം നല്ല ചൂയി ആൻഡ് സോഫ്റ്റ് കുക്കീസ്. അപ്പം നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. കാണാൻ വളരെ ഭംഗിയില്ലേ? കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇത് ഇച്ചിരി വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനേക്കാൾ ചെറുതാക്കി ഉണ്ടാക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ അവരോട് ഇഷ്ടമാണ്. അങ്ങനെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും വിശക്കും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാൽ എളുപ്പമാണ്.
അവർക്ക് വയറ് ഫില്ലാവുകയും ചെയ്യും, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച കുക്കീസ് ആയോ നോക്കാം. 15 മിനിറ്റായി. മോൾ ഭാഗം സോഫ്റ്റായിട്ടിരിക്കുകയാണ്, പക്ഷേ കുക്കായിട്ടുണ്ട്. കണ്ട, ചൂടായതുകൊണ്ട് തൊട്ട് നോക്കിയാൽ കണ്ട. ഇനി ഇത് ആറുമ്പോഴത്തേക്കും കുറേ കൂടെ ഹാർഡാവും. അപ്പം ഇത് സോഫ്റ്റായിട്ടിരിക്കുകയാണ്, അത് മതിയാവും. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതൊന്ന് ആറട്ടെ, മാറ്റി വെക്കാം. ഞാൻ അവനിലുണ്ടാക്കിയതേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചത് കുക്കീസ് ഇങ്ങോട്ട് മാറ്റി വെച്ചു. കണ്ടോ, അടിഭാഗം നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇത് മുകളിലത്തെ ഇതില്ലാത്തതുകൊണ്ട്, കോയില്ലാത്തതുകൊണ്ടാണ് മോൾ ഭാഗം, പക്ഷേ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ബട്ടറി ടേസ്റ്റും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് വായിൽ അലിഞ്ഞു പോകുന്ന കുക്കീസ്. അപ്പം അവനില്ലാത്തവർക്ക് ഈ രീതിയിൽ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പം ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എഗ്ഗും ഒന്നുമില്ലാതെ, മുട്ടയൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് റെഡിയായി. അവനിൽ ചെയ്യുന്നത് കണ്ടു, ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് അല്ലേ. ചായയും അല്ലെങ്കിൽ കാപ്പി, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഹോർലിക്സും ബോൺവിറ്റയും ഇത് നമുക്ക് പുറത്ത് ഒരാഴ്ചയോളം തന്നെ കേടാവാതിരിക്കും. തണുത്ത് പോവും, പക്ഷേ 3-4 ദിവസം വെളിയിലിരുന്നാൽ ഫ്രിഡ്ജിൽ വെച്ചെന്നാൽ അപ്പോഴും ക്രിസ്പി ആയിട്ട് നല്ലതായിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിക്കാവുന്നവർക്കെല്ലാം കഴിക്കാം. അപ്പോൾ മധുരം വേണമെങ്കിൽ ഇനിയും കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അത് അവരവരുടെ ഇഷ്ടമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ ഫോളോ ചെയ്യുക. അലക്സ് അഞ്ജന ഫുഡി ലൈഫ് സ്റ്റൈൽ എന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പം അത് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ബട്ടർ കുക്കീസിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഈ ചോക്ലേറ്റ് ചിപ്സ് ഒന്നും ചേർക്കാതെ തന്നെ, അതും ഇതുപോലെ വളരെ ടേസ്റ്റിയാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ.